മൃഗങ്ങളെ സ്നേഹിക്കുകയും ഓമനിച്ച് വളർത്തുകയും ചെയ്യുന്നവരാണ് നാം എല്ലാം. പക്ഷേ തൃശ്ശൂരിൽ വളർത്തു മൃഗത്തിനായി ജീവൻ പോലും അപകടത്തിലാക്കിയ ഒരാളുണ്ട്. മുക്കാട്ടുകര സെയിന്റ് ജോർജ് പള്ളിയിലെ വികാരി ഫാദർ പോൾ പിണ്ടിയാനാണ് സ്വന്തം പൂച്ചക്കുട്ടിക്കായി അത്തരമൊരു സാഹസത്തിന് മുതിർന്നത്. ഇതാണ് കക്ഷി. പേര് അച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ പോൾ പിണ്ടിയാന്റെ പൊന്നോമന. കഴിഞ്ഞ വർഷത്തെ പിറന്നാൾ സമ്മാനമായാണ് പേർഷ്യൻ ഡോൾഫേസ് ഇനത്തിലുള്ള പൂച്ചക്കുട്ടിയെ പോളച്ചന് കിട്ടുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 16-ന് അച്ചു ഒരു കുറുമ്പ് കാട്ടി. പോളച്ചന്റെ കണ്ണുവെട്ടിച്ച് കെട്ടിടത്തിലെ സൺഷെയ്ഡിലേക്ക് എടുത്തു ചാടി. പൂച്ചയെ രക്ഷിക്കാൻ ഇറങ്ങിയതോടെയാണ് ഈ കാണും വിധം അച്ഛന്റെ കാലിനും പരിക്കേറ്റത്. വൈകുന്നേരത്ത് കൊണ്ട് കഴിഞ്ഞ് വരാന്തയിൽ ഒരു ഈവനിങ് വാക്ക് പോലെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതെൻ്റെ കൂടെ പോരാറുണ്ട്. അപ്പോൾ ആ ചങ്ങലിടാറില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഇത്രയും കാലമായിട്ട് അങ്ങനെ പോകാറില്ല താഴേക്ക്. അപ്പം അന്ന് അത് പെട്ടെന്ന് താഴേക്ക് ചാടി, സൺസെറ്റിൻ്റെ താഴേക്ക്. അപ്പോൾ അതിന് കയറാൻ പറ്റാതെയായി. അപ്പോൾ കയറാൻ പറ്റാതെയായപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ നിന്ന് നോക്കി പിടിക്കാനായിട്ട്, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ ഈ സൺസൈഡ് മൊത്തം ബിൽഡിങ്ങിന് ചുറ്റുമുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ റൗണ്ട് അടിച്ചെടുക്കുക. അച്ചുപൂച്ചയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗോവണി മറിഞ്ഞ് നിലത്ത് വീണ പോളച്ചനെ മറ്റുള്ളവർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഈ സമയത്തെ ഒച്ചയും ബഹളവും കേട്ട് ആളുകൾക്കിടയിൽ നിന്നും അച്ചു ഓടി മറഞ്ഞു. പരിക്ക് ഗുരുതരമായതിനാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പ്ലാസ്റ്റർ ഇട്ട് 2.5 മാസത്തോളമാണ് പോളച്ചന് മുറിയിൽ തന്നെ കഴിയേണ്ടി വന്നത്. ഇതിനിടയിൽ നാട്ടുകാരിൽ ചിലർ കാണാതെ പോയ പൂച്ചയെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ചു. ആശുപത്രി പോയപ്പോൾ ഞാനത് അന്വേഷിച്ചായിരുന്നു, അത് തിരിച്ച് വന്നോ കിട്ടിയോ എന്നറിയാൻ. അതുകൊണ്ട് പിറ്റേ ദിവസം പറഞ്ഞ് അതിനെ തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിനെ പലരും പറഞ്ഞു പൂച്ച അച്ഛന്മാർക്ക് അതല്ലെങ്കിൽ വളർത്തുക, പട്ടിയായാലും പൂച്ചകളൊക്കെ ആയാലും പള്ളിയിൽ വളർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പലരും വരുന്നത് കൊണ്ട് അവർക്ക് അസൗകര്യം ഉണ്ടാകാം. അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷേ വീട്ടിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, കൊണ്ടുപോയിട്ടില്ല. കാലിലെ പരിക്ക് ഇനിയും പൂർണ്ണമായും ഭേദമാകാത്തതിനാൽ ഇപ്പോഴും പോളച്ചൻ വിശ്രമത്തിലാണ്. കൂടെയുണ്ട് സന്തത സഹചാരിയായ പൂച്ചക്കുട്ടിയും. ന്യൂസ് മലയാളം, തൃശൂർ.